Hi friends and welcome to the users comment. In join Mrs. Grishma Dilip Anand. So welcome to the show, ma'am. Thank you. And a small cute little angel Sandy Kudi undu kuda. So Grishma, first of all, ee vandi eduthittu etra naale? Hardly 6 മാസമാണു. പ്ലഷറിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വലിയ പ്ലഷർ എന്ന് പറയുന്നതും അത് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു വിമൻസ് ഡേക്ക് ലാസ്റ്റ് വിമൻസ് ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്തതാണ്. ഏറ്റവും വലിയ സന്തോഷം. So Grishma, നേരത്തെ വല്ല വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? ആസ് ഇൻ ടൂ വീലേഴ്സ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഫൈൻ. സോ ലൈക്ക് ഹീറോ പുതിയ വണ്ടി മേടിച്ചിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഓടിച്ചിട്ടും പിന്നെ പെർഫോമൻസ് വൈസും ഫീച്ചേഴ്സ് വൈസും ഒക്കെ എങ്ങനെയാണ് തോന്നിയത്? നേരത്തെ എൻ്റെ വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലഷർ വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. കോമ്പാക്ട് പാറ്റേൺ ഡിസൈനുമാണ്. പിന്നെ വേറെ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ചാർജ് പോർട്ട് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. കാരണം എപ്പോഴും ഫോൺ ചാർജ് ഇല്ലാത്ത പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. വേറെ പറയുകയാണെങ്കിൽ ബൂട്ട് ലൈറ്റ് ഉണ്ട് സീറ്റിനകത്ത്. അത് ശരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. വണ്ടി ഓടിച്ചു നടക്കാൻ ശരിക്കും ഈസിയാണ്, കംഫർട്ടബിൾ ആണ്. തിരക്കുള്ള ട്രാഫിക്കിലൊക്കെ ബ്രേക്ക് പിടിച്ച് പോകേണ്ടതുണ്ട്. ബ്രേക്കിംഗ് നല്ലതാണ്, അതുകൊണ്ട് നന്നായിട്ട് പോകാൻ പറ്റും. പാർക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഓൾറൈറ്റ് Grishma, സോ ഈ വണ്ടിയുടെ യൂസ് എങ്ങനെയാണ്? യൂസേജ് പാറ്റേൺ എങ്ങനെയാണ്? ഡെയിലി യൂസ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ഷോപ്പിംഗ്? എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? യൂസേജ് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. മോളെ ഡേ കെയറിലേക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് മെയിൻലി. പിന്നെ എൻ്റെ ക്ലാസ്സസ് ഞാൻ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡെയിലി യൂസ് ആണല്ലേ ചെയ്യുന്നത്? സോ ഓടിക്കുമ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? അല്ലെങ്കിൽ നേരത്തെ വണ്ടിയൊക്കെ യൂസ് ചെയ്തിരുന്നല്ലേ വേറെ ടൂ വീലേഴ്സ്? അപ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ശരിക്കും നമ്മുടെ ഹീറോ പ്ലഷറിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിലൊരു മൊബൈൽ ചാർജ് പോർട്ട് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ബൂട്ട് ലൈറ്റ് ഉണ്ട് സീറ്റിനകത്ത്. അതും നൈറ്റിലൊക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ട്യൂബ്ലെസ് ടയറാണ് ഇതിന്. പെട്ടെന്ന് പങ്ക്ചറായാലും ഫുള്ളി എയർ പോയില്ല. അത് ശരിക്കും ഒരു ഭയങ്കര സേഫ്റ്റി ഫീച്ചറാണ്. ഗ്രീഷ്മ പറഞ്ഞു ഡെയിലി യൂസ് ആണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഓടിക്കുമ്പോൾ എത്രയാണ് മൈലേജ് കിട്ടുന്നത്? അതേസമയം ഇപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ മെയിൻ്റെനൻസും സർവീസിംഗ് ഒക്കെ എങ്ങനെയാണ് തോന്നിയത്? എക്കണോമിക്കലാണ്, നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 50 കിലോമീറ്ററോളം ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ സർവീസ് ഞാനിപ്പോൾ 6 മാസമായുള്ളൂ വണ്ടി എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു ഫസ്റ്റ് സർവീസ് മാത്രം കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കമ്പനി 5 വർഷത്തെ വാറണ്ടി തന്നിട്ടുണ്ട്. So Grishma, thank you so much for joining me on the users comment. നല്ലൊരു informative at the same time exciting ആയിട്ടുള്ള ഒരു users comment ആയിരുന്നു. Thank you so much. And Sandy, say bye. Bye bye. ഹായ്, എൻ്റെ പേര് സജീവൻ. എൻ്റെ വീട് മുളന്തുരുത്തി, എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിലാണ്. ഇതെൻ്റെ വണ്ടി രാജ്യത്തോട് ബോബിയാണ്. ഇത് 1977 ഋഷി കപൂർ അഭിനയിച്ച ബോബി എന്ന സിനിമയിലായിരുന്നു. ആ സിനിമയ്ക്കകത്ത് ഋഷി കപൂറും ഡിംപിൾ കപാലിയും കൂടെ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അങ്ങനെ ഈ വണ്ടി ഭയങ്കര ഹിറ്റായി. അന്ന് യുവാക്കളുടെ ഹരമായി മാറി വണ്ടി. ഇപ്പോൾ വണ്ടി കിട്ടാനില്ല. അന്ന് ഈ വണ്ടി കമ്പനി 5500 രൂപയ്ക്കാണ് തന്നത്. അതിൻ്റെ വില ഏതായിരുന്നു. ഒരു ബുക്ക് തന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഒക്കെയാണ് വണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അമ്മാവിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ ചെറുപ്പം മുതലേ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ആ വണ്ടി എനിക്ക് സ്വന്തമായിട്ടൊരു പണി ഉണ്ടാകുന്നത് എനിക്ക് സ്വന്തമായിട്ട് വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ട് പണി കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാനിത് വാങ്ങിച്ചതാണ്. അന്ന് 5000 രൂപയ്ക്ക് വാങ്ങിച്ചു. 88-ലാണ് ഈ വണ്ടി വാങ്ങിച്ചത്. ഈ വണ്ടി എൻ്റെ അടുത്ത് കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ദയനീയ അവസ്ഥയായിരുന്നു. ഇതിൻ്റെ അവസ്ഥ ഭയങ്കര മോശം അവസ്ഥയായിരുന്നു. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 40 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പോക്കറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല.
ബാക്കിൽ കിട്ടും, ഫ്രണ്ടിൽ കിട്ടില്ല. അത് ഞാൻ വേറെ വണ്ടിയുടെ MIT എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ സ്പോക്കറ്റ് ഫ്രണ്ടിൽ വാങ്ങിയിട്ട് ഞാൻ തന്നെ രായി എടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് കയറ്റി ഓടിച്ചുകൊണ്ട് പോകും. നല്ല മൈലേജും നല്ല സുഖയാത്രയാണ്. 175 cc ആണ് ഈ വണ്ടി. 175 cc എന്ന് പറഞ്ഞാൽ ആദ്യം സഡൻ പിക്കപ്പ് ഇല്ല ഇപ്പോഴത്തെ വണ്ടിയുടെ മോഡൽ. പക്ഷെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകും. നല്ല സുഖയാത്രയാണ് പോകുന്നത്. ഈ വണ്ടിയുടെ എൻജിൻ 2 സ്ട്രോക്കാണ്. അപ്പോൾ 2 സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് തീരെ മൈലേജൊക്കെ വളരെ കുറവാണ്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ കുറേ ടെക്നിക്കായിട്ട് നോക്കി. അപ്പോൾ അതിന് മൈലേജ് ഇല്ലാത്തതിൻ്റെ കാരണം പിന്നെ അത് മാത്രമല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം നിന്ന് പോകും. മഴ ഇവിടെ നിന്ന് പോകുന്നപ്പോഴത്തേക്ക് അത് പ്ലാറ്റിനം വണ്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് വെള്ളം കയറി അപ്പം നിന്ന് പോകും. അപ്പം നിന്ന് പോകുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇതെന്തുകൊണ്ട് ഇലക്ട്രോണിക് ആയിക്കൂടാ എന്ന്. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ മറ്റേ ബജാജ് ഓട്ടോറിക്ഷയുടെ പ്ലാറ്റിനം പോയിന്റ് സിസ്റ്റം എനിക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടി. അത് വെച്ച് ഞാൻ ഇതൊക്കെ പണത് നോക്കി അതിൻ്റെ ടൈമിങ് ഒക്കെ കണ്ടുപിടിച്ചു. ഒറ്റയടിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ നല്ല സുഖം. പിന്നെ കിക്കറിൽ ഒരു പ്രത്യേക വേറെ കുഴപ്പമുണ്ട്. കിക്കർ റിട്ടേൺ വന്ന അടി ഉണ്ടായ ഒരു 3 സ്റ്റിച്ചെങ്കിലും കാലിനിടം വരും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, വണ്ടി നല്ല സുഖമാണ്. അങ്ങനെ മൈലേജ് ഇപ്പോൾ നല്ല 40 കിലോമീറ്റർ മൈലേജ് ഉണ്ട്, വെള്ളം കണ്ട ഒരു പ്രശ്നമില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശരിയായി. 25 വർഷമായിട്ട് വണ്ടി സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പാഴ്സലൊന്നും കുറേ കിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ സ്പോക്കറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ തന്നെ മെക്കാനിക്ക്, എൻജിൻ പണി എല്ലാം പെയിൻറ്റിങ് വരെ ഞാൻ തന്നെ ചെയ്യുന്നത്. പ്രശ്നം ഉണ്ടായത് വെഹിക്കിൾമാർ ഈ സാധനം കണ്ടിട്ടില്ല. അവർ ജനിക്കുന്നതിന് മുമ്പുള്ള വണ്ടിയാണ് വണ്ടി. അവർ വന്നിട്ട് എല്ലാ വെഹിക്കിളും ഈ വണ്ടി എടുത്ത് ഓടിച്ചുകൊണ്ട് വന്നു. ഞാൻ ഈ വണ്ടി കൊണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട്, മൂന്നാർ പോയിട്ടുണ്ട്, പിന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഞാൻ കൊല്ലത്തേക്ക് പോകുമ്പോൾ എൻ്റെ പിറകെ ഒരു കാറ് പാഞ്ഞു വന്ന് വെച്ച് ചവിട്ടി നിർത്തിയിട്ട് കൈ പൊക്കി കാണിച്ചാൽ ഒന്ന് നിർത്തിയേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. എന്തോ സംഭവം എന്ന് ചോദിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയുടെ ചുറ്റും ഓടി വന്നിട്ട് ഞങ്ങളൊന്നും കണ്ടോട്ടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഈ വണ്ടി സ്ത്രീകളുടെ വണ്ടി ഉണ്ടാക്കി വന്നതാണ്. കാരണം അതുകൊണ്ടായിരിക്കും അവർ ഈ വലിപ്പവും കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഇട്ടേക്കുന്നു. പക്ഷേ എൻ്റെ സ്ത്രീകളുടെ ഇതിങ്ങനെ വിജയിക്കാതെ വന്നപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. സ്റ്റാർട്ടിങ്ങിനകത്തേക്ക് പമ്പ് ചെയ്തടിച്ചില്ലെങ്കിൽ ആ കാല് ഒരു 3 സ്റ്റിച്ചെങ്കിലും വരും. അത് ഭയങ്കര പ്രശ്നം. സ്റ്റാർട്ടിങ് ഭയങ്കര പ്രശ്നം. എന്നാൽ സിമ്പിളാണ്. ശരിക്കും പമ്പ് ചെയ്തടിച്ചാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. അല്ലാത്തതിൻ്റെ ആ ഒറ്റയടി അടിച്ച് കഴിഞ്ഞാണെങ്കിൽ റിട്ടേൺ നിന്ന് കാല് പൊട്ടുകയോ ചെയ്യും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ ഹിറ്റാകാതെ വന്നത്.